ദൈവമാതാവിനും യേശുവപ്പച്ചിക്കും 1000 നന്ദി. എൻ്റെ പേര് പഞ്ചു. ഞാൻ UK നിന്ന് വരണു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 15-ാം തീയതിയാണ്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് പറഞ്ഞത്. ഞാൻ 2022 സെപ്റ്റംബറിൽ ഞാൻ UK പോയതാണ് സ്റ്റുഡൻറ്റ് വിസയിൽ. അപ്പം പഠിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, എടി ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിനക്ക് പോകാനിപ്പോൾ പറ്റിയില്ലെങ്കിലും നീ ഒന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റൊക്കെ ഇടാം, നീ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ എക്സാമിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായി, ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടുണ്ടായില്ല. പക്ഷേ പ്രാർത്ഥിച്ചു, 5:30 എണീറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യത്തെ എക്സാമിന് പാസ്സായി. അത് കഴിഞ്ഞിട്ട് 2023 മാർച്ചിൽ ഞാൻ നാട്ടിൽ എനിക്കൊരു ആവശ്യത്തിന് വരേണ്ട വന്നു. അന്നേരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്നേരമാണ് മാർച്ച് 15-ാം തീയതി ഉടമ്പടി എടുത്തത്. അപ്പോൾ വരുന്ന സമയത്ത് മോന് ഭയങ്കര ചുമയും കാര്യങ്ങളായിരുന്നു. കാരണം അവിടെ ഞങ്ങൾ UK ചെന്നിട്ടേ ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടായപ്പോൾ ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ കൊച്ചിന് ഉറങ്ങാൻ പറ്റാത്ത അത്രയും ചുമയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായി. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേന്ന് ഇവൻ രാത്രി ഉറങ്ങാൻ പറ്റാതെ ചുമച്ച് കിടക്കുമ്പോൾ ഞാൻ മമ്മിയെ ഉടമ്പടി തൈലം ഒന്ന് അവന് തേച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. മമ്മി ഉടമ്പടി തൈലം തേച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴത്തേക്കും കൊച്ചിനങ്ങ് ചുമ കൂടി പെട്ടെന്ന് കൊച്ചു ചെന്ന് ബാത്റൂമിൽ ചെന്ന് ഒരു വലിയ 2 കട്ട കഫം അങ്ങ് ചുമച്ചങ്ങ് തുപ്പിക്കളഞ്ഞു. ആ ചുമച്ച് പോയതിന് ശേഷം അവൻ ഇന്നേ വരെ, ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു, ഇന്നേ വരെ അവന് ചുമയുണ്ടായിട്ടില്ല. ചുമയുണ്ടായാലും അങ്ങനെ ഒരു കഫത്തിൻ്റെ പ്രശ്നമില്ല. ജസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ചുമച്ചങ്ങ് പോവേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജലദോഷം അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അപ്പം തന്നെ അവന് ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കൊടുത്ത് എല്ലാം രോഗസൗഖ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് ഞാൻ ആ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് UK സ്കൂളിലെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ദിവസത്തിന് മേളിൽ കൊച്ച് ലീവായി കഴിഞ്ഞാൽ അത് അൺഓതറൈസ്ഡ് ലീവാവും. അപ്പം നമുക്കത് ഫൈൻ അടയ്ക്കണം. ഒരു പേരൻറ്റ് 60 പൗണ്ട് വെച്ച്, അതായത് നമുക്കൊരു 160 പൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട വരുമായിരുന്നു. അപ്പം ആ സമയത്ത് നാട്ടിൽ വന്നപ്പോൾ ഇവനൊരു 33 ദിവസത്തെ ലീവായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ജോലിയില്ല, ഹസ്ബൻഡിനൊരു ടെമ്പററി ജോലിയാണ് ഉണ്ടായിരുന്നത്, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കാതെ മാതാവേ ഫൈനൊന്ന് നമുക്കില്ലാണ്ടാവുകയാണെങ്കിൽ നമുക്കൊത്തിരി സഹായമാവും. കാരണം 15,000 രൂപയോളം നാട്ടിലെ പൈസയാവും. അപ്പം രാവിലെ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പൈസ അടയ്ക്കണം, കാരണം കൊച്ചിന് ഓൾറെഡി 5 വയസ്സായി, നിങ്ങൾ ഫൈൻ അടയ്ക്കണം. അപ്പോൾ കൗൺസിലിൽ നിന്ന് ലെറ്റർ വരുമ്പോൾ നിങ്ങൾ ഫൈൻ അടയ്ക്കണം. അത് 1 മാസത്തിന് മേളിലായി കഴിഞ്ഞാൽ അത് ഇരട്ടിയാവും, അത് 360 പൗണ്ടാവും, 35,000 രൂപയോളം ആവുമെന്ന് പറഞ്ഞു. ആ ഫോൺ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അതൊന്ന് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞില്ല, സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിച്ചേക്കുവാണ്, കൊച്ചിനിപ്പോൾ ജസ്റ്റ് 5 വയസ്സ്, ഇപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നിങ്ങൾ ആ ഫൈൻ അടയ്ക്കണ്ട, ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് തരുമോയെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് കുറേ ശ്രമിച്ചു, ജോലിയൊന്നും ആവുന്നില്ല. അപ്പം 2024 ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. എനിക്ക് ഏപ്രിൽ 30 മുന്നേ, 2024 ഏപ്രിൽ 30 മുന്നേ എനിക്കൊരു ജോലി റെഡിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആമസോണിൽ ജോലിക്ക് വിളിച്ചു തുടങ്ങി. ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു, പക്ഷേ എനിക്ക് ഷിഫ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം, മാതാവിൻ്റെ കൃപയെന്ന് മാത്രം എനിക്ക് ആ ഏപ്രിൽ 30 ഞാൻ ആ ഡേറ്റ് ഇട്ട ദിവസം തന്നെ എനിക്ക് ഷിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ 2024 മെയ്യിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പം അതൊരു കോൺട്രാക്റ്റ് ബേസിലാണ്. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് ജൂലൈ വരെ ആയിരുന്നു. ആ ജൂലൈയിൽ കോൺട്രാക്റ്റ് കഴിഞ്ഞപ്പം അവരെനിക്ക് ജനുവരി വരെ ആക്കി. ആ ജനുവരി അങ്ങനെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് 2024 മെയ് 3-ാം തീയതി വരെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അപ്പം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോൺട്രാക്റ്റ് തീരുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മളുടെ അടുത്ത് പറയും, നിങ്ങളുടെ കോൺട്രാക്റ്റ് തീരുവാണോ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണോ എന്ന്. അപ്പം മെയ് 3-ാം തീയതി അതിന് മുന്നേ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കോൺട്രാക്റ്റ് തീരുവാണ്, മെയ് 3-ാം തീയതി കോൺട്രാക്റ്റ് തീരുവാണ്, നിനക്ക് ഞാൻ ഈ ലെറ്റർ തരുവാണ്, കോൺട്രാക്റ്റ് തീർന്ന ലെറ്റർ തരുവാണെന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് ഞാൻ മാനേജറുടെ അടുത്ത് പുറത്തിറങ്ങി. പിറ്റേ ദിവസം ടീം ലീഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ മാനേജർ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്നിട്ട് മാനേജറെ വൈകുന്നേരം ഞാൻ പോയി കണ്ടു. മാനേജർ എൻ്റെ അടുത്ത് പറയുകയാണ്, നിൻ്റെ ഇവിടുത്തെ കോൺട്രാക്റ്റ് ഞങ്ങൾ തീർത്തു, പക്ഷേ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി തരുവാണ്, നിനക്ക് വേറെ ഒരു ആമസോണിൻ്റെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ തരുവാണ്, നിനക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം നമുക്കൊരു ജോലി ഇല്ലാതെ നമ്മളവിടെ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്.
അപ്പം ഞാൻ അവരെനിക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ജൂലൈ 26-ാം തീയതി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ഞാൻ അടുത്ത എഫ്സിയിൽ മെയ് 4-ാം തീയതി കയറി. 24-ാം തീയതി ജൂലൈ 26 ആയപ്പം പുതിയ സ്ഥലത്തെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാനിവിടെ പെർമനൻ്റ് ആക്കുക. ഞങ്ങളൊരു 10-20 പേരോളം അന്ന് ജൂലൈ 26-ാം തീയതി കോൺട്രാക്റ്റ് തീരുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 പേര്, അതിനകത്ത് ഗേൾസ് ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു. ഗേൾസിൽ എനിക്ക് മാത്രം അവിടെ കോൺട്രാക്റ്റ് കിട്ടി. അപ്പോൾ ഈ കോൺട്രാക്റ്റിന് മുന്നേ നമുക്ക് ശരിക്കും വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടും. അപ്പം ആ ട്രെയിനിങ് കിട്ടണമെങ്കിൽ നമ്മൾ മാനേജറിൻ്റെ അടുത്ത് ടീം ലീഡറിൻ്റെ അടുത്തും പറയണം. ഞാൻ മാനേജറിൻ്റെ ടീം ലീഡറിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, എനിക്കൊന്ന് ട്രെയിനിങ് താ, കാരണം എനിക്ക് മറ്റേ സ്ഥലത്ത് ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ട്രെയിനിങ് താന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പക്ഷേ മാനേജർ പറഞ്ഞു ഓക്കെ നിനക്ക് നെക്സ്റ്റ് വീക്ക് തരാം. പക്ഷേ അവരെനിക്ക് തന്നില്ല. ആ ട്രെയിനിങ് മറ്റ് ഇതിലത്തെ ട്രെയിനിങ് കിട്ടിയത് ആർക്കും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ല. അവരുടെ ജൂലൈയിൽ തീർന്നു. എന്നെ അവിടെ പെർമനൻ്റ് ആക്കി. അപ്പം ഞാൻ പഠിച്ചതും ഞാൻ വർക്ക് ചെയ്തതൊക്കെ IT-യിലായിരുന്നു. അപ്പം ആമസോണിൽ തന്നെ നമുക്ക് IT-യിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ട്രാൻസ്ഫറിന് ഓപ്ഷൻസ് ഉണ്ട്, ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ മെയ് 24 കയറിയപ്പോൾ മുതൽ ഞാനവിടെ ഈ IT അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ പ്രാവശ്യവും അപ്ലൈ ചെയ്യും. ഒരു 90-100 ആപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ ആമസോണിൽ തന്നെ IT-യിൽ ഞാൻ കാണുന്നതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. ഒരു 10 ഇൻ്റർവ്യൂസിനടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം റിജക്റ്റ് ആയിപ്പോയി. ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് അപ്പം ഞാൻ കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി. അന്നേരം ഞാൻ ജോലിയുടെ കാര്യം വരച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ എന്നിട്ട് ഞാൻ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ് ഇത് ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു 56 എന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെന്ന് എനിക്കറിയില്ല, 56 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഒക്ടോബർ 20-ാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ വരുവാം ആമസോണിൽ തന്നെ. പക്ഷേ എനിക്കത് വേറെ ഒരു വീട്ടിലൊരു സാഹചര്യം മൂലം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരോട് പറഞ്ഞു എനിക്കിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അറ്റൻഡ് ചെയ്യണം, എനിക്ക് പറ്റുന്ന സമയത്ത് റീഷെഡ്യൂൾ ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അടുത്ത ഡേറ്റിലൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് റീഷെഡ്യൂൾ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ അവർക്ക് മെയിൽ അയച്ചിട്ടും അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഓക്കെ താങ്ക് യു, നീ ഞങ്ങൾക്ക് ഡേറ്റ് തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവർ താങ്ക്സ് മെയിൽ അയച്ചിട്ട് കഴിഞ്ഞ 3-ാം തീയതി എനിക്കവർ പുതിയ ഇൻ്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്തു തന്നു. 2 ഇൻ്റർവ്യൂർ ഉണ്ടായിരുന്നു. അത് ഒരു ഇൻ്റർവ്യൂർക്ക് 30 മിനിറ്റ് വെച്ച് അങ്ങനെ 1 മണിക്കൂറത്തെ ഇൻ്റർവ്യൂ 2 മണിക്കൂറാണ് നിന്നത്. ഫസ്റ്റ് ഇൻ്റർവ്യൂർ 1 മണിക്കൂറിന് മേലെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം അത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് നോക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് കിടക്കുന്നത് നോ ലോങ്ങർ കൺസിഡറിങ് ദ ആപ്ലിക്കേഷൻ. അപ്പം അതായത് എൻ്റെ ഇൻ്റർവ്യൂ പോയി, ജോലി കിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഹയറിംഗ് മാനേജർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെയാണല്ലോ കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നോട് ഞാനൊരു കാര്യം പറയാം, നീ ഇതിന് സെലക്റ്റായി, അപ്പം ബാക്കി റിക്രൂട്ട്മെൻറ്റ് ടീം എന്താണെന്ന് വെച്ചാൽ നിനക്ക് തരും എന്ന് മെയിൽ അയക്കുമെന്നും അവർ പറഞ്ഞു. ഇന്നലെ രാത്രി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ ലെവൽ 1 ആയിരുന്നു, ഞാൻ ഇപ്പം ലെവൽ 3-ലേക്ക് എനിക്ക് പുതിയ ജോലി കിട്ടി. ഞാൻ തിരിച്ച് UK ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ജോലിക്ക് ഞാനിനി കയറും. ഈ ഒരു അനുഗ്രഹം എന്ന് പറയണത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ ഒരൊറ്റ ആളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇല്ല. കാരണം ഈ ഇൻ്റർവ്യൂ ഞാൻ ഒരു പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഈ ഏതാണെന്ന് പോലും ഞാൻ നോക്കാണ്ട ഞാൻ കയറിയത്. കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം തൂത്തു, നാവിൽ തൂത്തു, നെറ്റിയിൽ തൂത്തു, ഉപ്പും തേനും ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ എന്താ പറഞ്ഞതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതേപോലെ ഞാൻ അത്രയും നേരം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് മാതാവ് ആ ഒരു ഓഫർ തന്നു. ഇതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട്, ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ ഞങ്ങൾ താമസിച്ചുള്ള ഷെയർഡ് അക്കോമഡേഷൻ, ഞങ്ങൾ 9 പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തെ കോൺട്രാക്റ്റ് തീർന്ന് ഞങ്ങളത് വേറെ സ്ഥലത്തേക്ക് വീട് മാറി. പക്ഷെ അവിടെ നിന്ന് കൊച്ചിൻ്റെ സ്കൂളിലെ ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 2 ബസ് കയറി ഒരു അരമണിക്കൂറിന് മേളിൽ, അരമണിക്കൂറല്ല 1 മണിക്കൂറിനടുത്ത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു ബസ്സിൽ കയറി. കാരണം ബസ് വരാൻ ലേറ്റാവും. 7:00 വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 8:30, 8:45 ആകുമ്പോഴാണ് സ്കൂളിലെത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈറ്റ് അക്കാദമി പ്രയർ റിക്വസ്റ്റ് എടുത്തു.
ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നോക്കി. പക്ഷേ അവസാനം ഇവൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു 7 മിനിറ്റ് മാത്രം ദൂരത്തിൽ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. അതും ഇവൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം അടുത്തുണ്ട്. ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് കൊച്ചിനെ അവിടെ ആക്കിയിട്ട് പോകുന്നതിന് പ്രശ്നമില്ല. ഇവന് കളിക്കാനുള്ള ഫ്രണ്ട്സ് ഉണ്ട് അടുത്ത്. എല്ലാ കാര്യത്തിനും ഭയങ്കര അനുഗ്രഹമുള്ള ഒരു നല്ലൊരു വീട്, നല്ല ഹൗസ് ഓണേഴ്സ്. ഞങ്ങൾക്കിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവർ പിന്നെയും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു 1 വർഷത്തേക്ക്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശുപ്പച്ചനും 1000 നന്ദി. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ്. ഇതേവരുടെ ഉടമ്പടി മുടക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ മെയിൽ ഐ ഡിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ വേറെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഞാൻ മാതാവിനോട് ഉറപ്പ് നൽകുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഇവിടെ എല്ലാവർക്കും കൊടുത്തു, അതേപോലെ UK-ലും കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പുതുക്കി പോയപ്പം ഞാൻ കാശ് രൂപ മേടിച്ചിട്ട് പോയി. എന്നിട്ട് ഓരോ പത്രം കൊടുക്കുമ്പോഴും കാശ് രൂപകളെ കൂടിയിട്ടാണ് എല്ലാവരോടും പറയാറ്. അതേപോലെ അവിടെ എല്ലാവരോടും ആമസോണിലുള്ള എല്ലാവരോടും ഞാനിങ്ങനെ പറയും, മലയാളീസ് അല്ലാണ്ട് ഇംഗ്ലീഷുകാരോടും ഒക്കെ ഞാൻ പറയും, ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റും, നിങ്ങൾ നോക്കണം, ചെയ്യണം, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതേപോലെ ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളും ധ്യാനമൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്ത് പോയ ആ സമയം മുതൽ അവിടെ വീടിൻ്റെ അടുത്തൊരു അനാഥ മന്ദിരം, വൃദ്ധസദനമുണ്ട്. അവിടെ ഞാൻ എല്ലാ മാസവും ഞാൻ ഫുഡിനുള്ള പൈസ കൊടുക്കും. അത് ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ ഒരു ദിവസത്തെ ഫുഡിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. അതേപോലെ UK-ൽ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഇങ്ങനെയും ചില കടകളുടെ ഫ്രണ്ടിലൊക്കെ ഹോംലെസ് പീപ്പിൾസ് ഉണ്ടാവും. അപ്പം എന്നെക്കാരും ഇൻട്രസ്റ്റ് കൊച്ചിനാണ്. അവൻ പറയും, അമ്മേ ദേ അവിടെ ഹോംലെസ് പീപ്പിൾസ് ഇരിക്കണു, നമുക്ക് അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തന്നെ ചെന്ന് ഫുഡ് മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോരുള്ളൂ. പിന്നെ ആരെങ്കിലും ഇങ്ങനെ പൊതിച്ചോറിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാനൊക്കെ ഇങ്ങനെ പരിപാടികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവർക്കൊക്കെ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ എവിടെയൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നോ, ഇതല്ലാണ്ടും എവിടെയൊക്കെ പറ്റുന്നോ അതെല്ലാം ഞാൻ സഹായിക്കുന്നുണ്ട്. ഈ മണ്ണിലെ കാല്, എല്ലാവരും പറയും ഈ മണ്ണിലെ കാല് കുത്തിയിട്ട് നമ്മൾ ഒരിക്കലും മാതാവ് കൈവിടില്ല. ആ ഒരു വിശ്വാസത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അമ്മ മാതാവിനും യേശുപ്പച്ചനും 1000 നന്ദി. യോഹന്നാൻ 15:7-8 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പഞ്ചുപോൾ എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ ഉടമ്പടി ജീവിതവും പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, പുത്രനായ ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്ന, പരിശുദ്ധാത്മ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന വലിയൊരു ദൈവിക പദ്ധതിയാണ്. ഓരോ മരിയൻ ഉടമ്പടിയും അമ്മ മാതാവ് തിരുക്കുമാരനെ ഉദരത്തിൽ വഹിച്ച നാൾ മുതൽ ആ തിരുസഭയ്ക്ക് രൂപം കൊടുത്ത ദിവസം വരെയും എങ്ങനെയാണോ അമ്മ ജീവിക്കുകയും ലോകത്തോട് ഇടപെടുകയും ചെയ്തത്, അതേ മനസ്സോടുകൂടി, വിശുദ്ധിയോടുകൂടി, വിവേകത്തോടുകൂടി, പരിശുദ്ധാത്മ സ്വരം ശ്രവിച്ചുകൊണ്ട്, ദൈവാശ്രയത്വത്തോടുകൂടി, സഹനത്തിലും അത് അതിജീവിക്കുവാനുള്ള ആത്മധൈര്യത്തോടു കൂടി നമ്മൾ മുന്നേറുവാൻ വേണ്ടി നമുക്ക് കൈമാറിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നുണ്ട്. ഓരോ തീരുമാനത്തിലും അത് ഉടമ്പടിയോട് ചേർന്നാണോ ഉടമ്പടിയോട് ചേരാതെയാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ഓരോ തീരുമാനത്തിനും നമുക്ക് ഉടമ്പടി മാനദണ്ഡമാകുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഉടമ്പടിയുടെ അനുഗ്രഹമാണ്. ദൈവസ്നേഹത്തിനെതിരായ എല്ലാ ജീവിത രീതികളും അത് ഉടമ്പടിക്ക് എതിരുമാണ്. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് ഒരു ഗൗരവമുള്ള, നിരന്തര ദൈവബന്ധമുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മളെ കൈപിടിച്ച് നടത്തുക. നമ്മൾ വളരെ സെൻസിറ്റീവാകും. നമ്മൾ ദൈവാത്മാവിൻ്റെ പ്രചോദനത്തോട്, ദൈവാത്മാവിൻ്റെ സ്വരത്തോട് വളരെ സെൻസിറ്റീവായി പ്രതികരിക്കുന്നത് നമുക്ക് കാണാനാവും. അതുകൊണ്ടാണ് കുഞ്ഞു പോലും ഒരു ഹോംലെസ് പീപ്പിളെ കാണുമ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നത്. അത് ഉടമ്പടി എടുത്തതിന് ശേഷം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വരുന്ന മാറ്റമാണ്. അത് കാരുണ്യത്തിൻ്റെ,
അത് ദൈവസ്നേഹത്തിൻ്റെ, അതൊരു ആതുര ശുശ്രൂഷയുടെ, അത് ഈശോയെക്കുറിച്ച് പറയുവാനുള്ള തീഷ്ണതയുടെ വലിയ കൃപ നമുക്ക് നൽകുകയും അത് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ഗുണകരമാക്കി മാറ്റുകയും ചെയ്യും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കർത്താവിൻ്റെ മൊഴി നമുക്കെപ്പോഴും പ്രത്യാശ പകരുന്നത്. വെറുതെ ചോദിച്ചാൽ പോരാ, അലസമായും അലക്ഷ്യമായും പാപാവസ്ഥയിലും ചോദിച്ചാൽ പോരാ. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുവിൻ, സംശയമില്ലാതെ അനുഗ്രഹം അവിടുന്ന് അനുവദിച്ചു തരും. കൂടുതൽ ദൈവകൃപയാൽ നിറയപ്പെടുവാൻ വേണ്ടി അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.